അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയൊരു ഇസ്ലാമിക് പ്ലാനറിലാണ്. ഇസ്ലാമിക് പ്ലാനർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് ഈ ഒരു 2 മന്തിനുള്ളിൽ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ എക്സാം പ്രിപ്പറേഷനും ഇസ്ലാമിക് ടാസ്കുകളും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ബിഗിന്നേഴ്സിന്, അതായത് ഇതിപ്പോൾ ആകെ നിസ്കാരം മാത്രം നിസ്കരിച്ച് പോകുന്ന ആളുകളുണ്ടല്ലോ, ഈവൻ നിസ്കാരം പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒരു ടാസ്ക് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈഫിലൊരു മാറ്റം ഉണ്ടാക്കുന്നത് ഞാൻ പറയും. കാരണം എനിക്ക് ഈ ഒരു 3-4 മാസങ്ങളായി ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക് ടാസ്കിലൂടെ പോയി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിട്ട നമ്മുടെ ലൈഫിൽ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ട നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഈവൻ നമ്മളിപ്പോൾ ഈ പഠനത്തിൻ്റെ ഇപ്പോൾ കുറേ ആൾക്ക് എക്സാമുകൾ കഴിഞ്ഞു, ഇനി എൻട്രൻസ് എക്സാമുള്ള ആളുകളുണ്ടാവും, നീറ്റിനൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും PG എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ അതിനും പഠിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് കൂടി ഫോളോ ചെയ്യാൻ പറ്റുന്ന. അതുപോലെ നമുക്കിപ്പോൾ കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ കുറേ ടാസ്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയാതിരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാസ്കുകൾ ഏറ്റവും കുറച്ചിട്ട് അതെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഈവൻ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ പഠനത്തിന് നമ്മളിപ്പോൾ ഓർമ്മശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാസ്കിലോട്ട് പോവാം. ആക്ച്വലി ഇതൊരു ഷവ്വാൽ പ്ലാനറാണ്, അതുകൂടെ ഏപ്രിൽ പ്ലാനർ കൂടിയാണ് കേട്ടോ. ഏപ്രിൽ നമ്മളിപ്പോൾ ഏപ്രിൽ മാസമല്ല, മെയിലും ഈ പ്ലാൻ തന്നെയാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റേ മെയിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലാനർ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതും നമ്മൾ മോർണിംഗ് ടാസ്ക് വെച്ച് തന്നെ തുടങ്ങുന്നത്. തഹജ്ജുദ് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തഹജ്ജുദ് തന്നെയാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ സുബ്ഹി നിസ്കാരം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇപ്പോൾ ആണെങ്കിൽ സ്ക്രീനിലിടാം, നമ്മുടെ ഫോളോവേഴ്സിന് അറിയുന്നുണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ലവ് അൻസൽന സൂറത്തല്ല ആയത്താണ്. അതുപോലെ തന്നെ യാസിൻ സൂറത്തും ഫതഹ് സൂറത്തും. ഈ ഫതഹ് സൂറത്ത് ഓതിയിട്ട് ഒരു 71 പ്രാവശ്യം യാ ഫത്താഹു യാ അല്ലാ എന്ന് നമ്മുടെ വലത് കൈ ഇടനെഞ്ചിൽ വെച്ചിട്ട് പറയണം. അതുപോലെ യാസിൻ സൂറത്ത് ആഗ്രഹ സഫലീകരണത്തിനും, ഫതഹ് സൂറത്തും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സൂറത്താണ്. ലഖദ് ജാഅക്കും എന്നുള്ള ഒരു ആയത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതുപോലെ അടുത്തതായിട്ടുള്ളത് സ്വലാത്ത് ഒരു ഞാൻ 100 സ്വലാത്താണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 200 സ്വലാത്തിന് ടോട്ടൽ ഒരു ദിവസം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞതിലൊക്കെ 1000 സ്വലാത്ത് ഉണ്ടായിരുന്നു. നമുക്ക് സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് പഠനത്തിന് മുൻതൂക്കം നൽകിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക് കാര്യങ്ങളും കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് സ്വലാത്ത് 200 ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തുടക്കക്കാർക്കും ഇത് നല്ലതാണ്, ഈ സ്വലാത്ത് നമ്മൾ ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. സ്വലാത്ത് ഒരു 50 സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി, അതായത് സ്വലാത്തുൽ ഫാത്തിമിയ 50 സ്വലാത്ത് പറഞ്ഞിട്ടുള്ളത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തതായിട്ടുള്ളത് തഹ്ലീൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിപ്പോൾ നമ്മളിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 50 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 100 തഹ്ലീലായി. അടുത്തതായിട്ടുള്ളത് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം 50 പ്രാവശ്യം. അതിപ്പോൾ കൂടുതൽ ചൊല്ലണമെന്നുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹിന്നും കൂടി കൂടുതൽ ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ തുബ്ബു സ്വലാത്ത് 10 പ്രാവശ്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഇപ്രാവശ്യം 3 പ്രാവശ്യം ആക്കിയിട്ടുണ്ട്. പിന്നെ സുലാത്തുൽ ഫാത്തിഹ അത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ധാരാളം സുലാത്ത് ചൊല്ലിയ കൂലിയുണ്ട്. അടുത്തായിട്ടുള്ള സ്വതക്ക നമ്മളിപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി വെക്കുക, അത് പിന്നെ അതിൻ്റെ ആവശ്യക്കാർ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുക. പിന്നെ അടുത്തതായിട്ടുള്ളത് ളുഹാ നിസ്കാരം. അടുത്തതായിട്ടുള്ളത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത് 50 പ്രാവശ്യം. 100 പ്രാവശ്യം ചൊല്ലണം എന്നുള്ളതാണ്, അത് കഴിയുന്നവർക്ക് 100 പ്രാവശ്യം ചൊല്ലാം, 50 പ്രാവശ്യമെങ്കിലും മിനിമം ചൊല്ലുക. പിന്നെ 16ാമത്തത് അലം നശ്റഹ് സൂറത്ത്, അത് 7 പ്രാവശ്യം ഓതിയിട്ട് നമ്മുടെ നെഞ്ചിൽ ഊതുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ള ഒരു സൂറത്താണ്. അപ്പോൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ പാട്ടിൽ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ 16 ടാസ്കുകളാണുള്ളത്. 16 ടാസ്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും കുറേ ടാസ്ക് ഇതിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത്രയൊന്നുമില്ല. നമ്മൾ മാക്സിമം പോയാൽ 10 അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രമാണ് മോർണിംഗ് ടാസ്കിനായിട്ട് നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നത്. ഒരു 10-20 മിനിറ്റ് നമുക്ക് നമ്മുടെ അന്ത്യനാൾക്ക് വേണ്ടി ചിലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ പരിതാപകരമായൊരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ പറയുന്നത് നൂൺ ടാസ്ക് ആകെ 3 ഉള്ളൂ. ളുഹ്ർ നിസ്കാരവും അസ്മാഉൽ ഹുസ്ന 1 പ്രാവശ്യം, 4 പേജസ് ഓഫ് ഖുർആൻ. നമ്മളിപ്പോൾ ഓരോ ദിവസവും മിനിമം ഖുർആനിൽ ഒരു 4 പേജസ് എങ്കിലും ഓതണം എന്നുള്ള രീതിയിലാണ് പിന്നെ ഉള്ളത്. കാരണം അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ 4 സൂറത്തുകളും ഓതുന്നുണ്ട്. പിന്നെ ഈവനിങ് ടാസ്ക് എന്നുള്ളത് അസ്ര നിസ്കാരം, പിന്നെ സ്വലാത്തൊരു 100 പ്രാവശ്യം, ഇസ്തിഗ്ഫാർ 50 പ്രാവശ്യം, തഹ്ലീൽ 100 പ്രാവശ്യം. ഇത് നേരത്തെ മോർണിംഗ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ
പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈറ്റിലാണ് പറ്റുന്നുണ്ടെങ്കിൽ നൈറ്റിലെങ്കിലും ചൊല്ലുക. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 50 പ്രാവശ്യം. പിന്നെ യാ മാലിക്കുൽ മുൽക്കി യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് ഇത് 15 പ്രാവശ്യം ചൊല്ലുക. അതിൻ്റെ കൂടെ യാ ഹയ്യു യാ ഖയ്യൂം ഒരു 10 പ്രാവശ്യം കൂടി ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യുക. അള്ളാഹുവിനോട് നന്നായിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നുള്ളതാണ്. എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ലൈഫിൻ്റെ പാട്ടാക്കി മാറ്റുക. പിന്നെ ലഖദ് ജാഅക്കും ഒരു 3 പ്രാവശ്യം, അതായത് അത് ആയത്താണ്. പിന്നെ അത് ഇതെല്ലാം സ്ക്രീനിൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. നൈറ്റ് ടാസ്ക് പറഞ്ഞിട്ടുള്ളത് മഗ്രിബ് നിസ്കാരം, ഒരു 7 ടാസ്കുകളാണ് നൈറ്റ് ടാസ്ക് ഉള്ളത്. മഗ്രിബ് നിസ്കാരം, മുൽക്ക് സൂറത്ത്, വാഖിഅ സൂറത്ത്, അലം നശ്റഹ് 7 പ്രാവശ്യം, ഇശാ നിസ്കാരം, സുലാത്തുൽ ഫാത്തിഹ, അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ 3, സുലാത്തുൽ ഫാത്തിഹ 3. അപ്പോൾ ഇങ്ങനെയാണ് ടാസ്കുകൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ വളരെ കുറഞ്ഞ ടാസ്കുകളാണ്. എല്ലാവർക്കും ഇത് നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ അപ്ഡേഷൻസ് ഒക്കെ ഇത് ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഡേഷൻസ് നമ്മൾ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ചലഞ്ച് ഏറ്റെടുക്കുക. നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടാക്കി മാറ്റുക. അള്ളാഹു ഈ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.